90-85% പിന്നെ സീറ്റുകൾ കിട്ടിയിട്ട് UDF ഭരണത്തിൽ പോകും. കടകളിലേക്ക് വിലക്കയറ്റം കൊണ്ട് കയറാൻ പറ്റണില്ല. 10 മാസത്തിൽ സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കണം. ഇത് ഈ 2 മാസം അവർ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ആര് കൊടുക്കണം? UDF കൊടുക്കണം. ഖജനാവിൽ ഞങ്ങൾക്കറിയാം പൂച്ച പ്രസവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ പൂച്ചനെടുത്ത് മാറ്റിയിട്ട് അത് കഴുകി വൃത്തിയായിട്ട് ഖജനാവ് നിറക്കണമെന്നുണ്ടെങ്കിൽ അത് UDF വരണം. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് മണ്ഡലത്തിലാണ്. സാധാരണയായി പറയുകയാണെങ്കിൽ ഒരു ഗ്രാമീണ പ്രദേശം, തനി നാടൻ പ്രദേശമാണ്. വള്ളിക്കുന്ന് മണ്ഡലത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളത്. ഇവിടെ സായാഹ്നത്തിൽ ഇരിക്കാൻ വരുന്ന കുറച്ച് ആളുകളാണ്, ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. അതുകൂടാതെ UDFൻ്റെ പ്രവർത്തകർ കൂടിയാണ്. എന്താണ് ഇവിടുത്തെ ഒരു ട്രെൻഡ്? കുത്തക മണ്ഡലമാണ്. ഇപ്രാവശ്യം വലിയ ഭൂരിപക്ഷമാണോ പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിക്കും. 100% ഗ്യാരണ്ടിയോടുകൂടാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ 100% ലീഡിങ് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം UDFൻ്റെ സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് പോക്ക്. പിന്നെ ഭരണത്തിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ 90-85 ഇടയിൽ UDF ഭരണത്തിൽ കയറും. 90-85% പിന്നെ സീറ്റുകൾ കിട്ടിയിട്ട് UDF ഭരണത്തിൽ പോകും. കാരണം മനുഷ്യൻ പൊറുതിമുട്ടിയ ഒരു കേരള ഭരണമാണ് ഇതുവരെ ഈ 10 വർഷത്തിനിടയ്ക്ക് കഴിഞ്ഞത്. വിലക്കയറ്റം കൊണ്ട് കടയിലേക്ക് കയറാൻ പറ്റണില്ല. കടകളിലേക്ക് വിലക്കയറ്റം കൊണ്ട് കയറാൻ പറ്റണില്ല. ഓരോ സ്ഥലങ്ങളെടുത്ത് നോക്കിയാലും 5 പ്രാവശ്യം കറണ്ട് ചാർജ് കൂട്ടി, വെള്ളത്തിന് കൂട്ടി. പിന്നെ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിലക്കയറ്റല്ലാത്തതൊന്നും കാണുന്നില്ല. ജനങ്ങൾ പൊറുതിമുട്ടി. പിന്നെ ഇപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് പിന്നെ പല കാര്യങ്ങളും ഇപ്പം പാസ്സാക്കിയില്ലെന്ന്. ഇപ്പം പാസ്സാക്കിയത് എന്താണ്? കാരണം അവർക്ക് ഉറപ്പാണ് LDFന് ഇനി വരണില്ല എന്ന്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇതൊക്കെ കെട്ടിപ്പേറി താങ്ങി കൊടുക്കണതായിരിക്കാണ് UDFനാണ്. ഇപ്പോൾ അവർ 1000 രൂപ സ്ത്രീകൾക്ക് കൊടുത്തു. മാസത്തിൽ സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കണം. ഇത് ഈ 2 മാസം അവർ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ആര് കൊടുക്കണം? UDF കൊടുക്കണം. പിന്നെ അവരിവിടെ ഒരു നാട്ടും ഈ തിരുരങ്ങാടിനെ സംബന്ധിച്ച് ഞാൻ കാണുന്നില്ല, വള്ളിക്കുന്നിനെ സംബന്ധിച്ച് ഞാൻ കാണുന്നില്ല, തിരുരങ്ങാടിനും കാണുന്നില്ല. വരുന്ന UDF സർക്കാർ പ്രതിസന്ധിയിലാകുമോ? കാരണം ഖജനാവ് ഫുള്ള് കാലിയാക്കി പോയിരിക്കുകയാണ്. അത് ഉണ്ടാക്കാനുള്ള എല്ലാവിധ യോഗ്യതയുള്ള നേതാക്കന്മാരാണ് UDFൻ്റെ അകത്തുള്ളത്. അത് എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ യോഗ്യതയുള്ള നേതാക്കന്മാരാണ് UDFൻ്റെ അകത്തുള്ളത്. ഖജനാവിൽ ഞങ്ങൾക്കറിയാം പൂച്ച പ്രസവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ പൂച്ചനെടുത്ത് മാറ്റിയിട്ട് അത് കഴുകി വൃത്തിയായിട്ട് ഖജനാവ് നിറക്കണമെന്നുണ്ടെങ്കിൽ അത് UDF വരണം. LDFനെ കൊണ്ട് കഴിയില്ല. ഇനിയിപ്പോൾ ഒരു 5 കൊല്ലം കൂടി LDFന് കൊടുത്തു കഴിഞ്ഞാൽ കേരളം ഉണ്ടാവില്ല. എൻ്റെ ആഴ്ചയിൽ 50 അതിൻ്റെ താഴെ സീറ്റിൽ ഒരു 100% ഇല്ല. ഞാൻ അങ്ങനെ ഉണ്ട് എങ്കിൽ LDFും പിന്നെ BJPയുമായിട്ട് ധാരണ ഉണ്ടാവണം. അതല്ലാതെ BJPക്ക് സീറ്റ് കിട്ടൂല, കേരളത്തിൽ കിട്ടൂല. എന്തായാലും കോൺഗ്രസും CPMും തമ്മിൽ ഡീലില്ല. കോൺഗ്രസ് CPM തമ്മിൽ എന്തെങ്കിലും ഡീലുണ്ടോ? അതെങ്ങനെ കോൺഗ്രസും പിന്നെ CPMുമായിട്ട് എങ്ങനെ ഡീലുണ്ടാവില്ല? കോൺഗ്രസിനെ ഇറക്കാനാണ് LDF നിൽക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ എങ്ങനെ ഡീലുണ്ടാവോ? മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ട് നല്ലൊരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 90%, ഞാൻ പറയാം 90 സീറ്റോളം UDF വരും. എൻ്റെ പേര് നൂറുദ്ദീൻ എന്ന് പറയും. ഞാൻ പ്രവർത്തകനാണ്. 23-ാം വാർഡിലെ വാർഡ് പ്രസിഡന്റാണ്, മുസ്ലിം ലീഗിൻ്റെ വാർഡ് പ്രസിഡന്റാണ്. എന്തായാലും നൂറുദ്ദീനൊക്കെയാണ് നമ്മളോട് സംസാരിച്ചത്. വള്ളിക്കുന്നിലെ UDF പ്രവർത്തകനാണ്. 85-90 സീറ്റുകൾ സംസ്ഥാനത്തുടനീളം UDFന് നേടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹവും പങ്കുവയ്ക്കുന്നത്. ഈ വള്ളിക്കുന്നിനെ സംബന്ധിച്ച് ഒരു സിറ്റിംഗ് സീറ്റാണ്. അതുകൂടാതെ ഒരു കുത്തക മണ്ഡലമാണ്, UDFൻ്റെ ഒരു കുത്തക മണ്ഡലമാണ് വള്ളിക്കുന്ന്. ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാരെല്ലാവരും തന്നെ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, മലപ്പുറം.